മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. നിരവധി ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങ്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധി സ്മാരകത്തിൽ ആദരമർപ്പിക്കും. 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ടിലെ സ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷമായിരിക്കും മോദി ചടങ്ങിനെത്തുക. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിന് സാക്ഷ്യം വഹിക്കാൻ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ മതമേലധ്യക്ഷന്മാർ, വ്യാപാരികൾ, പ്രമുഖ അഭിഭാഷകർ, കലാകാരന്മാർ തുടങ്ങിയ പ്രമുഖരെയും പരിപാടിയുടെ ഭാഗമാക്കും. 8,000-ഓളം ആളുകൾ എത്തുന്ന വിപുലമായ ചടങ്ങാണ് NDA ഒരുക്കിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞയുടെ ഭാഗമായി ഡൽഹിയിലും രാഷ്ട്രപതി ഭവൻ പരിസരത്തും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസും അർദ്ധസൈനിക ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 2,500-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചടങ്ങ് നടക്കുന്ന പ്രത്യേക വേദിക്ക് സമീപം വിന്യസിക്കുമെന്നാണ് വിവരം. കൂടാതെ സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിക്കാൻ ഡ്രോണുകളും വിന്യസിക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.